കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രം. അത്ഭുതകരമായ അതിൻ്റെ നിർമ്മിതി കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുകയും തീർത്തും വിഭിന്നങ്ങളായ വഴിപാടുകൾ കൊണ്ട് ആരിലും കൗതുകമുണർത്തുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രം. അതാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലുള്ള മേദല എന്ന ഗ്രാമത്തിൽ ഏകദേശം 28 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വനത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. നൂറ്റി 120 പടികൾ കയറി ഒരു പടുകൂറ്റൻ പാറമുകളിൽ എത്തിക്കഴിഞ്ഞാൽ കല്ലിൽ ഭഗവതി വാഴുന്ന ശ്രീകോവിൽ കാണാം. ശ്രീകോവിലാകട്ടെ ഒരു ഭീമാകാരമായ പാറക്കല്ലിനു താഴെ അതിനേക്കാൾ ഏറെ ചെറുതായ മറ്റൊരു പാറ തുരന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദുർഗയാണ് പ്രധാന പ്രതിഷ്ഠ. യഥാർത്ഥത്തിൽ 3-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടേതാണെന്ന് ചരിത്ര പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനോടൊപ്പം ഇവിടെ ആരാധിച്ചു വരുന്നു. ബ്രഹ്മാവിൻ്റെ വിഗ്രഹം പാറയ്ക്ക് മുകളിൽ കൊത്തി ഒരുക്കിയിട്ടുണ്ട്. ഈ വിഗ്രഹങ്ങളാകട്ടെ പാർശ്വനാഥൻ്റെയും മഹാവീരൻ്റേതുമായിരുന്നു. 9-ാം നൂറ്റാണ്ടിലെ ബ്രാഹ്മണാധിപത്യത്തിനെ തുടർന്ന് ഈ ജൈനമത ആരാധനാമൂർത്തികളെ ഹൈന്ദവ ദേവതകളാക്കി തീർക്കുകയായിരുന്നു എന്ന് ചരിത്ര പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ ദേവതകൾക്ക് പുറമെ ഗണപതിയെയും ശാസ്താവിനെയും കരുനാഗയക്ഷിയെയും നാഗദൈവങ്ങളെയും ഇവിടെ ആരാധിച്ചു വരുന്നു. കല്ല് എന്ന ആദിദ്രാവിഡ വാക്കിന് കുഴിക്കുക അല്ലെങ്കിൽ മാളമുണ്ടാക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ കല്ലിൽ ക്ഷേത്രം എന്നത് ഗുഹാക്ഷേത്രം എന്ന അർത്ഥം കൈവരിക്കുന്നു. ഒരു പ്രാചീന ഗുഹാക്ഷേത്രമായതുകൊണ്ട് തന്നെ സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകം കൂടിയാണ് ഈ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ കൊടിയേറി 8 ദിവസത്തെ ഉത്സവം നടത്തുന്ന കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലെ നേർച്ചകളും കൗതുകകരമാണ്. പുരുഷന്മാർക്ക് കുടുംബ സ്വസ്ഥത കിട്ടാനും സ്ത്രീകൾക്ക് മുടി വളരുവാനും ഭക്തർ അർപ്പിക്കുന്ന നേർച്ചയാണ് ചൂൽ നേർച്ച. പൂർത്തിയാകാതെ കിടക്കുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ അർപ്പിക്കുന്ന വഴിപാട് കല്ല് നേർച്ചയാണ്. പണി നടക്കുന്ന വീട്ടിൽ നിന്നും ചെറിയ കല്ല് ക്ഷേത്രത്തിൽ അർപ്പിച്ചാൽ വീട് പണി വേഗം പൂർത്തിയാകുമത്രേ. രസകരമായ ഒരു ഐതിഹ്യവും ഈ ക്ഷേത്രോൽപ്പത്തിക്ക് പിന്നിലുണ്ട്. ഒരിക്കൽ കാടിനുള്ളിലെത്തിയ ചിലർ കല്ലുകളെടുത്ത് അമ്മാനമാടുന്ന ഏറെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു. എന്നാൽ അപരിചിതരെ കണ്ട ആ സ്ത്രീ പെട്ടെന്ന് അപ്രത്യക്ഷയായി. അമ്മാനമാടിക്കൊണ്ടിരുന്ന ആ കല്ലുകളാണ് ഒന്നിനുമേലെ ഒന്നായി എന്നാൽ അല്പമാത്രമായ സ്പർശനത്തോടെ ആകാശത്തിൽ തൂങ്ങി നിൽക്കുന്നതുപോലെ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയായി മാറിയ ഈ കല്ലും താഴെ ശ്രീകോവിലായി രൂപപ്പെട്ടിരിക്കുന്ന ചെറിയ കല്ലും.